എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് പ്രതി ഷാറൂഖ് സൈഫിക്ക് കേരളത്തിൽ നിന്നും സഹായം ലഭിച്ചെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. ഷൊർണൂരിലെ കോളനി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. ഷാറൂഖ് സൈഫി പകൽ സമയം ചെലവഴിച്ചത് ഈ കോളനിയിലെന്നാണ് സംശയം. റിയാസ് KMR തയ്യാറാക്കിയ റിപ്പോർട്ട്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് പ്രതി ഷാറൂഖ് സൈഫിക്ക് കേരളത്തിൽ നിന്നും സഹായം കിട്ടിയിരിക്കുന്നു എന്ന ഗൗരവകരമായ കണ്ടെത്തലാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഷൊർണൂരിൽ ഈ സംഭവ ദിവസം ട്രെയിനിറങ്ങിയ പ്രതി, അതായത് അന്ന് രാവിലെ 4:50 സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിൽ ഷൊർണൂരിലെത്തിയ പ്രതി ഷാറൂഖ് സൈഫി അതിനുശേഷം വൈകിട്ട് വരെ ചെലവഴിച്ചത് എവിടെയാണ് എന്നത് സംബന്ധിച്ച അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഷൊർണൂരിലെ ഒരു കോളനി കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ഈ കോളനിയിൽ നേരത്തെ നിരോധിച്ച ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട്. അയാളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു. മാത്രമല്ല, ഈ കോളനിയിൽ ഷാറൂഖ് സൈഫി എത്തിയതായിട്ടുള്ള വിവരം ലഭിക്കുന്നു. കൂടാതെ ഷൊർണൂരിലെ പെട്രോൾ പമ്പിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം. ഫലത്തിൽ ഷൊർണൂർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത്. അതിനു പുറമെ ഇവിടെ മാലൂർ കുന്നിലെ AR ക്യാമ്പിൽ ചോദ്യം ചെയ്യലും പുരോഗമിക്കുകയാണ്. പ്രതിയെ തുടർച്ചയായ 4ാം ദിവസമാണ് ഇവിടെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അതിനിടെ രാവിലെ ഈ പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. പ്രധാനമായും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നെത്തിയ മെഡിക്കൽ സംഘമാണ് AR ക്യാമ്പിലെത്തി പ്രതിയെ പരിശോധിച്ചത്. പ്രതിയുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ഒപ്പം തന്നെ ഗ്യാസ്ട്രോ എൻട്രോളജി കൺസൾട്ടേഷനും സർജറി കൺസൾട്ടേഷനുമാണ് നടന്നത്. ഒഫ്താൽമോളജി വിഭാഗം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രഞ്ജിനിയുടെ നേതൃത്വത്തിലുള്ള വൈദ്യസംഘമാണ് ഇവിടെ AR ക്യാമ്പിലെത്തി പ്രതിയെ പരിശോധിച്ചത്. പ്രതിയുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് AR ക്യാമ്പിൽ നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.